ഉമ്മൻചാണ്ടി സാറില്ലാത്ത ഒരു വർഷം വല്ലാത്ത ശൂന്യതയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. കാരണം ഉമ്മൻചാണ്ടി സാർ ഞങ്ങൾക്ക് തരുന്ന ബലം, ആത്മവിശ്വാസം, പ്രതീക്ഷ, അതൊക്കെയാണ് ഉമ്മൻചാണ്ടി സാറിൽ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി അതില്ലാത്തതിൻ്റെ ഒരു ശൂന്യത ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ അസാന്നിധ്യം ഞങ്ങൾ ശരിക്കും അനുഭവിച്ചിരുന്നു. കാരണം മീറ്റിങ്ങുകളിലെ സാന്നിധ്യം, അതോടൊപ്പം തന്നെ ജനങ്ങളുമായി ബന്ധപ്പെട്ട കുടുംബയോഗങ്ങളും അതോടൊപ്പം തന്നെ വോട്ടർമാരെ സംവദിക്കുന്ന യോഗങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാവുന്ന നേതാവ് ഉമ്മൻചാണ്ടി സാറാണ്. എവിടെ വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും തെരഞ്ഞെടുപ്പ് സമയത്ത് വന്ന് അവിടെ പ്രസംഗിക്കുകയും കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുകയും ഇലക്ഷൻ കമ്മിറ്റി തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന മീറ്റിങ്ങിൽ വന്നിരുന്ന് നിർദ്ദേശങ്ങൾ തരികയും ചെയ്യുന്ന ഉമ്മൻചാണ്ടി സാറായിരുന്നു. ഞാൻ കഴിഞ്ഞ 9 തെരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോഴും സാറ് ചെയ്തു. പക്ഷേ ഇത്തവണ ഉമ്മൻചാണ്ടി സാറില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് അനുഭവിച്ചു. കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കാൻ നേതാക്കളെ കിട്ടാതായി, പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കാൻ നേതാക്കളില്ല. അപ്പോൾ ഉമ്മൻചാണ്ടി സാർ എപ്പോഴും അവൈലബിൾ ആയിരുന്നു. എവിടെ വിളിച്ചാലും ഏത് സമയത്ത് വരാൻ അവൈലബിൾ ആയിരുന്നു. എനിക്ക് മാത്രമല്ല, കേരളത്തിലെല്ലായിടത്തും. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ആ ഒരു ശൂന്യത ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇനി തുടർന്ന് അങ്ങോട്ടും ആ ശൂന്യത എന്നും എക്കാലവും നിലനിൽക്കും. അതാർക്കും ആ ശൂന്യത മാറ്റാൻ കഴിയില്ല. പകരം വെക്കാനില്ലാത്ത ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി സാറ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന പുതുപ്പള്ളി സെയിൻറ്റ് ജോർജ് തീർത്ഥാടന കേന്ദ്രത്തിലെ ഈ പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ കബറിങ്കൽ ഞങ്ങൾ ധൂപപ്രാർത്ഥനയിൽ പങ്കെടുത്തു. അതോടൊപ്പം അദ്ദേഹത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ട വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. തുടർന്ന് അങ്ങോട്ട് ഇന്ന് മുഴുവൻ ദിവസവും ഞങ്ങൾക്കെല്ലാം പ്രോഗ്രാമുകളാണ്. മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച്, ജില്ലാസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച്, ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു ഭരണാധികാരി മൺമറഞ്ഞതിന് ശേഷം നടക്കുന്ന അനുസ്മരണങ്ങൾ നമ്മൾ പലതും കണ്ടു. പക്ഷേ ഇത്രയും വിപുലമായ അനുസ്മരണ യോഗങ്ങൾ, വിവിധങ്ങളായ അനുസ്മരണ യോഗങ്ങൾ മാത്രമല്ല, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഭക്ഷണ വിതരണം ചെയ്യുന്നത്, അത് വ്യത്യസ്ത രക്തദാനം, ഇങ്ങനെ അരി കൊടുക്കുന്നു, ഇങ്ങനെ ഇത്രയും വ്യത്യസ്തവും വൈവിധ്യമാർന്ന ഒരു ദുഃഖാചരണം അല്ലെങ്കിൽ ഒരു ചരമവാർഷിക ദിനാചരണം അത് ഉമ്മൻചാണ്ടി സാറിന് മാത്രമായി അവകാശപ്പെടാൻ കഴിയുള്ളൂ. അത്രയേറെ അദ്ദേഹം കേരളത്തിലെ ജനസമൂഹത്തിൽ ആഴത്തിൽ സ്വാധീനിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ്. അദ്ദേഹം മരിച്ച 1 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ മറക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകുന്നില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ വലിയ പ്രത്യേകത.